ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമുക്ക് ഇനി നമ്മുടെ പെയർസ് ഓഫ് ഇക്വേഷൻ 9th സ്റ്റാൻഡേർഡിലെ പെയർസ് ഓഫ് ഇക്വേഷൻ ഫസ്റ്റ് ചാപ്റ്ററിലെ അടുത്ത പ്രോബ്ലം ചെയ്ത് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരു സബ് ഹെഡിങ് ഉണ്ട്, 2 ഇക്വേഷൻസ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റ് ബുക്കിൽ. അതിന് തൊട്ട് താഴെയുള്ള പ്രോബ്ലമാണിത്. അത് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്ക് പ്രോബ്ലം ഒന്ന് വായിച്ച് നോക്കാം. The price of 2 pens and 3 notebooks is 110 rupees. The price of 2 pens and 5 notebooks is 170 rupees. What is the price of a pen and a notebook? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു പ്രോബ്ലം ആണ്. അപ്പോൾ 2 പേനയുടെയും 3 നോട്ട്ബുക്കിനും the price of 2 pens and 3 notebooks together is 110. പിന്നെ പറഞ്ഞിരിക്കുന്നത് price of 2 pen and 5 notebook is 170. We have to find out the price of a single pen and a single notebook. ഒരു പേനയുടെയും ഒരു നോട്ട്ബുക്കിൻ്റെയും വിലയാണ് നമുക്കിവിടെ കാണേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് അറിയാത്തതാണ് അല്ലേ പേനയുടെയും നോട്ട്ബുക്കിൻ്റെയും വില. സോ നമുക്കതിനെ എക്സും വൈയും ആയിട്ട് എടുക്കാം. സോ ലെറ്റ് എക്സ് ബി ദ പ്രൈസ് ഓഫ് എ പെൻ അല്ലേ. ഒരു പേനയുടെ വില നമുക്ക് എക്സ് ആയിട്ട് എടുക്കാം, നോട്ട്ബുക്കിൻ്റെ വിലനെ വൈ ആയിട്ട് എടുക്കാം. വൈ ബി ദ പ്രൈസ് ഓഫ് എ നോട്ട്ബുക്ക്. ഓക്കെ, മനസ്സിലായില്ലേ? അടുത്ത് നമുക്ക് ഈ തന്നിരിക്കുന്ന കാര്യങ്ങളെ ഇക്വേഷനാക്കി എഴുതാം. ഫസ്റ്റ് വൺ 2 പെൻ ആൻഡ് 3 നോട്ട്ബുക്ക്. അതിൻ്റെ പൈസയാണ് എന്ത് 110. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം? 2 പെൻ, ഒരു പേനയ്ക്ക് എക്സ് അല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 പെൻ എന്ന് പറയുമ്പോൾ 2x പ്ലസ് 3 നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ 3 × y. കാരണം ഒരു നോട്ട്ബുക്കിൻ്റെ വില നമ്മൾ y ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. ഇസ് ഈക്വൽ ടു അവർ തന്നിട്ടുണ്ട് 110. ഓക്കെ, ഇക്വേഷൻ നമ്പർ 1. അടുത്തത് 2 പെൻ ആൻഡ് 5 നോട്ട്ബുക്ക് ഈസ് 170. അപ്പോൾ 2 നോട്ട്ബുക്ക് തന്നെയാണ്, അപ്പോൾ 2x തന്നെയാണ്. ഓക്കെ, പ്ലസ് പിന്നെ 5 നോട്ട്ബുക്ക്. അപ്പോൾ 5 × y അല്ലേ. ഒരു നോട്ട്ബുക്ക് y ആണെങ്കിൽ 5 എണ്ണം എന്ന് പറയുമ്പോൾ 5 × y ഈക്വൽ ടു അവർ തന്നിരിക്കുന്നത് 170 rupees ആണ്. 170 rupees. അപ്പോൾ ഇതിനെ നമുക്ക് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഈ രണ്ട് ഇക്വേഷൻ എക്സിനും വൈയുടെ ടേംസിലുള്ള രണ്ട് ഇക്വേഷൻസ് ആണ് അല്ലേ. അപ്പം ഇങ്ങനെ നമ്മൾ ഇക്വേഷൻ വരുമ്പോൾ എന്താ ചെയ്യാറ്? അത് തമ്മിൽ ആഡ് ചെയ്യും. അപ്പോൾ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ തമ്മിൽ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കുക, രണ്ട് 2x കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ നമ്മളിതിന് ഈ എക്സിൻ്റെ ടേം കളയാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിലൊക്കെ മൈനസ് കൊണ്ട് ഒരു ഇക്വേഷനെ നമ്മൾ ഇൻറ്റു ചെയ്തിട്ട് എക്സിൻ്റെ ടേം ക്യാൻസൽ ചെയ്യിപ്പിച്ച് കളഞ്ഞിട്ട് വൈയുടെ ടേം കണ്ടെത്തിയിട്ട് ചെയ്തിരുന്നു അല്ലേ. നിങ്ങൾ ചെയ്യാത്തൊരു കാണാത്തൊരു ആ പ്രോബ്ലംസ് പോയി ഒന്ന് ചെയ്ത് നോക്കാം. അതിൽ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്, ഓരോ സ്റ്റെപ്പും പറഞ്ഞിട്ട്. ഇതിൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ 2x എക്സിൻ്റെ ടേമിനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി ഈ ഫസ്റ്റ് ഇക്വേഷനെ കംപ്ലീറ്റ് നമ്മൾ മൈനസ് കൊണ്ട് ഇൻറ്റു ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്താവും? ഈ +2x എന്നത് -2x ആവും. അപ്പോൾ നമുക്ക് -2x അടിയിൽ +2x വരുമ്പോൾ ക്യാൻസൽ ചെയ്ത് പൊക്കോളും ആഡ് ചെയ്യുമ്പോൾ. അപ്പോൾ നമുക്ക് വൈയുടെ ടേംസിലുള്ള ഇക്വേഷനാണ് കിട്ടുക. അപ്പോൾ നമുക്ക് y കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എക്സ് നമുക്ക് ഏതെങ്കിലും ഒരു ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. വൈയുടെ വാല്യൂ നമുക്ക് എക്സ് കണ്ടുപിടിക്കാം. അപ്പോൾ അങ്ങനെ അതുകൊണ്ട് നമുക്ക് ഇതിനെ ക്യാൻസൽ ചെയ്യാൻ എളുപ്പത്തിലാണ് നമ്മൾ ഈ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ മൈനസ് കൊണ്ട് ഈ ഫുൾ ടേമിനെ ഒന്നെങ്കിൽ ഇതിനെയോ അല്ലെങ്കിൽ ഇതിനെയോ ചെയ്യാം, ഏതെങ്കിലും ഒന്നിനെ ചെയ്യാം. ഞാനിവിടെ ഫസ്റ്റ് ഇക്വേഷനാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നോക്കൂ, -2x 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 -3y -3y -110 -110. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇങ്ങനെയായി അല്ലേ. സെക്കൻഡ് ഇക്വേഷന് മാറ്റമൊന്നുമില്ല, അതുപോലെ തന്നെ എഴുതാം. സോ 2x + 5y = 170 എന്ന് എഴുതി. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ആഡ് ചെയ്യുമ്പോൾ ഒന്ന് -2x ഒന്ന് +2x. അത് ക്യാൻസലായി അല്ലേ, 0. ഇനി ഇതാണ് ആഡ് ചെയ്യുന്നത്, +5y -3y. ഇപ്പോൾ രണ്ട് ഡിഫറെൻറ്റ് സൈൻസ് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, വലിയ നമ്പറിന് ചെറിയ നമ്പർ മൈനസ് ചെയ്തിട്ട് ഉത്തരത്തിന് നമ്മൾ എന്തിട്ട് കൊടുക്കും? വലിയ നമ്പറിൻ്റെ ചിഹ്നം. അപ്പോൾ ഇവിടെ വലുത് 5y അല്ലേ, 5y ന്ന് 3y മൈനസ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2y. അപ്പോൾ 2y കിട്ടും. ഇനി ഇതിൽ ഏത് സൈനാണ് കൊടുക്കേണ്ടത്? വലിയ ആളുടെ. വലുത് ആരാണ്? 5y ആണ്. അപ്പോൾ നമ്മൾ പ്ലസ് സൈൻ കൊടുത്തു. അടുത്തത് ഇത് രണ്ടും ഡിഫറൻസ് സൈൻ തന്നെയാണ് അല്ലേ. അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. അപ്പോൾ 170 ആണ് വലുത്, അതിൽ നിന്ന് നമ്മൾ 110 കുറച്ചു. അപ്പോൾ 60 കിട്ടി. 170യുടെ ചിഹ്നം പ്ലസ് ആണ്, അതിട്ട് കൊടുത്തു. അപ്പോൾ +60 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് 2y = 60 എന്ന് കിട്ടി.
അപ്പോൾ y ഈസ് ഈക്വൽ ടു എന്തായിരിക്കും 60/2, അതായത് 30 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? y എന്ന് പറയുന്നത് 30 റുപ്പീസ് കിട്ടി. അതായത് ഒരു നോട്ട്ബുക്കിൻ്റെ വില 30 രൂപയാണെന്ന് കണ്ടുപിടിച്ചു. ഇനി നമുക്ക് എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിൽ ഈ ഇക്വേഷനിൽ നമുക്ക് വൈയുടെ വില കിട്ടിയല്ലോ, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ 2x + 3y = 110. അതിൽ ഈ വൈയുടെ പൊസിഷനിൽ ഞാൻ ഈ 30 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 2x + 3 × 30 = 110. 2x ഇവിടെ നിർത്താം. ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ 90 അല്ലേ. 3 × 30 90 = 110. 2x ഇവിടെ നിർത്താം. ഈ 90 അപ്പുറത്തേക്ക് കൊണ്ടുപോവാം. അപ്പോൾ 110 ഈ +90 അവിടെ പോകുമ്പോൾ -90. അപ്പോൾ 2x = 110 - 90 20. അപ്പോൾ 2x = 20. അപ്പോൾ x = 20/2, that is equal to 10. അപ്പോൾ price of one pen is equal to 10. Price of a notebook is equal to 30. അപ്പോൾ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന x എന്ത് കിട്ടി? 10 എന്ന്. അതായത് പെന്നിൻ്റെ വില നമുക്ക് എന്ത് കിട്ടി? 10 റുപ്പീസ് എന്ന് കിട്ടി. നോട്ട്ബുക്കിൻ്റെ പ്രൈസ് നമുക്ക് എന്ത് കിട്ടി? 30 റുപ്പീസ് എന്നും കിട്ടി. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോബ്ലമാണ്. നമ്മൾ മുമ്പത്തെ പ്രോബ്ലം ഒക്കെ ചെയ്ത കുട്ടികൾക്ക് ഈ പ്രോബ്ലം വളരെ സിമ്പിളായി ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ നന്നായിട്ട് ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിതിൽ അടുത്ത പ്രോബ്ലം നോക്കാം. അപ്പോൾ നേരത്തെ പ്രോബ്ലത്തിൻ്റെ ആൻസറൊക്കെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അത് വരുന്നതെന്ന് മനസ്സിലാവാത്ത കുട്ടികൾക്ക് ആ സ്റ്റെപ്പൊക്കെ ഒന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ചെയ്തത്. ഇതും അതുപോലെ തന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനാണ് ഇതിവിടെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കാം. The price of 3 pencil and 4 pen is 66 rupees and price of 6 pencil and 3 pen is 72 rupees. What is the price of each? നേരത്തെ ചെയ്ത പോലെ അതേപോലെ തന്നെ ചെയ്യാനുള്ള പ്രോബ്ലമാണ്. നമുക്കിത് വേഗം ചെയ്യാം. അപ്പോൾ സിമ്പിളാണ്. ജസ്റ്റ് നമ്മൾ പെൻസിലിൻ്റെയും അതുപോലെ തന്നെ പെന്നിൻ്റെയും വിലയെ നമ്മൾ x y ആയിട്ട് എടുക്കുന്നു, ഇക്വേഷൻ ഉണ്ടാക്കുന്നു, സോൾവ് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ ഇവിടെ. ഓക്കെ, നമുക്ക് ഇക്വേഷൻസ് ഉണ്ടാക്കാം അല്ലേ. അപ്പോൾ ആദ്യം നമുക്ക് പെൻസിലിന് x എന്ന് കൊടുക്കാം. x be the price of pen, y be the price of a pencil. Okay, y be the price of a pencil. അങ്ങനെ കൊടുക്കാം. ഇനി അടുത്തത് 3 pencil 4 pen എത്ര രൂപയാണ്? 66 rupees അല്ലേ. അപ്പോൾ 3 പെൻസിൽ എന്ന് പറയുമ്പോൾ പെൻസിൽ നമ്മൾ എന്തായിട്ട് എടുത്തിരിക്കുന്നത്? y ആയിട്ടാണ് അല്ലേ. ഓക്കെ, അപ്പോൾ 3y. അപ്പോൾ 3y + 4x. പെന്നിനാണല്ലോ നമ്മൾ x കൊടുത്തിരിക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചായാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ 3y + 4x = നിങ്ങൾക്ക് 66 കിട്ടി. നമുക്ക് വേണമെങ്കിൽ എന്തിനാ 4x + 3y = 66 എന്ന് എഴുതാം. ഓക്കെ, അടുത്ത ഇക്വേഷൻ എന്താണ്? 3 pen 6 പെൻസിൽ അല്ലേ. അപ്പോൾ 3 പെൻ എന്ന് പറയുമ്പോൾ 3 × x അല്ലേ, പെന്നല്ല x നമ്മുടെ. ഇനി 6 പെൻസിൽ എന്ന് പറയുമ്പോൾ +6y = എത്ര രൂപയാണ്? 72 rupees. അപ്പോൾ ഇതാണ് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇനി നമ്മൾ ഇതിനെ എന്ത് ചെയ്താൽ മതി? ആഡ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇതിനെ ആഡ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു ഏതെങ്കിലും ഒരു എക്സോ വൈയോ ഏതെങ്കിലും ടേം നമ്മൾ ക്യാൻസൽ ചെയ്ത് പോകാൻ തക്ക രീതിയിൽ നമ്മളതിനെ മാറ്റണമെന്ന്. അപ്പോൾ ആ ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോയാൽ പിന്നെ വൈയുടെ ടേം മാത്രമാകുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ മുമ്പ് ചെയ്ത പ്രോബ്ലത്തിലൊക്കെ നമ്മുടെ എക്സോ അല്ലെങ്കിൽ വൈയോ ഒരേ നമ്പറാണ് വന്നിരുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ മൈനസിലേക്ക് മൈനസ് സൈൻ കിട്ടി കഴിഞ്ഞാൽ അതിനെ ക്യാൻസൽ ചെയ്ത് പോയിരുന്നു. പക്ഷെ ഇവിടെ നോക്കൂ, ഇവിടെ എന്താണ്? 4x-ഉം 3x-ഉം ആണ്. അതുപോലെ 3y 6y ആണ് അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ. നോക്കൂ, ഈ 3y-യും 6y-യും അല്ലേ, ഈ 3y-നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 6y ആക്കാം. അപ്പോൾ ഈ ടേമിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും വേണം, അത് അതേസമയം ഇവിടെ പ്ലസ് ആണ്, അതിന് മൈനസ് ആക്കുകയും വേണം അല്ലേ. അപ്പോൾ മൈനസ് സൈൻ കൊണ്ട് നമ്മളവിടെ അതിനെ ഇൻഡ്യൂ ചെയ്യാം. വെറും മൈനസ് സൈൻ കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ പോരാ. നേരത്തെ പ്രോബ്ലങ്ങളിൽ നമ്മൾ അങ്ങനെയാണ് ചെയ്തത്. അതെന്തുകൊണ്ടായിരുന്നു വെച്ചാൽ ഇവിടെ സെയിം നമ്പർ വന്നതുകൊണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്? 3 ആണ് കിടക്കുന്നത്. അപ്പോൾ അതിന്
ഇവിടെ നമുക്ക് മാറ്റാൻ പറ്റുക എളുപ്പമല്ല, കാരണം 4ഉം 3 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് ഈ 3നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ അതിനെ 6 ആക്കാം. അടിയിലും 6 ആണ്, അപ്പോൾ അത് ക്യാൻസൽ ചെയ്ത് പൊക്കോളൂ അല്ലേ. അപ്പോൾ ഞാനിവിടെ വെറും മൈനസ് കൊണ്ടല്ല മൾട്ടിപ്ലൈ ചെയ്യുന്നത്, -2 കൊണ്ടാണ്. അപ്പോൾ ഇവിടെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഈ ഫുൾ ഇക്വേഷനെയാണ് ഞാൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. ആ സ്റ്റെപ്പ് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായാലും നിങ്ങൾക്ക് ഈ ഒന്നെങ്കിൽ എക്സിൻ്റെ വൈയുടെ ടേമിന് നമുക്ക് ഇതിൽ ക്യാൻസൽ ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഒരു വേരിയബിളിലുള്ള ഇക്വേഷൻ നമുക്ക് സോൾവ് ചെയ്യാൻ, ഒരു വേരിയബിൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടുകയുള്ളൂ. അപ്പോൾ ഒരെണ്ണത്തിന് നമുക്ക് ഏതെങ്കിലും ഒരെണ്ണം എക്സിൻ്റെയോ വൈയുടെയോ ടേം നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ ഇവിടെ ഈ ടേം ക്യാൻസൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ 4ഉം 3ഉം ആണ്. അപ്പോൾ ഇങ്ങനെ നമുക്ക് പെട്ടെന്ന് നോക്കുമ്പോൾ ഇവിടെ നോക്കൂ, ഈ 3നെ നമുക്ക് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്കതിനെ 6 ആക്കാം. അടിയിൽ 6 ആണ് അല്ലേ. അപ്പോൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയും ചെയ്യാം, ഇനി മൈനസ് കൊണ്ടും ചെയ്യണം. കാരണം ഇവിടെ +3 ആണ്, രണ്ടും പ്ലസ് ആയിട്ട് കാര്യമില്ല, ഒരെണ്ണം മൈനസ് ആയില്ലെങ്കിൽ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. അപ്പോൾ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ നമ്മൾ ഇതിനെ മൊത്തം -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ ഇതിനെ മാത്രം ചെയ്താൽ പോരാ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഇക്വേഷൻ ഫുള്ള് നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് അത് ഫുള്ള് ആ ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ആദ്യം ഈ 4xനെ -2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -2 × 4x എന്ത് കിട്ടും? -8x എന്ന് കിട്ടും അല്ലേ. -8x. ഇനി -2നെ +3y കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 3 × 2 6, 6y, അത് -6y ആവും അല്ലേ. ഇസ് ഈക്വൽ ടു, ഇനി 66നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? 66 ആണ് അല്ലേ. 66നെ നിങ്ങൾ ഇൻറ്റു 2 ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 132 എന്ന് കിട്ടും അല്ലേ. 132 അല്ലേ. 66 × 2 കിട്ടുമ്പോൾ അപ്പോൾ 132 എന്ന് കിട്ടി. അത് മൈനസ് സൈൻ ആണ് അല്ലേ. -2 × 66 അപ്പോൾ -132. ഇനി ഈ ഇക്വേഷൻ അങ്ങനെ തന്നെ എഴുതാം. 3x + 6y = 72. അതിന് മാറ്റമൊന്നുമില്ല. ഇനി ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ആഡ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കൂ, ഇത് ഓക്കെയാണ്. ഈ ഒരു ടേം കണ്ടോ, ഈ ഒരു ടേം രണ്ടും എന്തായി? 6y ആണ്, ഒന്ന് മൈനസ് ഒന്ന് പ്ലസ് ആണ്. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഈ ഒരു -2 കൊണ്ട് ഈ ടേമിനെ ഇൻറ്റു ചെയ്തത്. മനസ്സിലായല്ലോ. ഇനി ഇത് ചെയ്യാം. ഇത് ആഡ് ചെയ്യുമ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം അല്ലേ. അപ്പോൾ വലുതാരാണ്? 8. 8ൽ നിന്ന് 3 കുറച്ച് 5, 5x. ആരുടെ ചിഹ്നം ഇടണം? വലുത് 8 അല്ലേ, 8ൻ്റെ ചിഹ്നം മൈനസ് ആണ്. അപ്പോൾ -5x എന്ന് കിട്ടും. അടുത്തത് ഈ ടേം ക്യാൻസൽ ചെയ്ത് പോയി അല്ലേ. +6y -6y. ഇനി ഇവിടെ എന്ത് കിട്ടും? വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. വലുതാരാണ്? വലുത് 132 ആണ്. അപ്പോൾ 132 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 132 നമ്മൾ എന്ത് മൈനസ് ചെയ്യണം? 72 മൈനസ് ചെയ്യണം. അപ്പോൾ 132 72 മൈനസ് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ഇത് മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 7 അല്ലേ, 60 എന്ന് കിട്ടും അല്ലേ. 60 അല്ലേ, 2 അതെ 60 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ വലുതിൻ്റെ ചിഹ്നം മൈനസ്, അത് അവിടെ ഇട്ട് കൊടുത്തു. ഓക്കെ, അപ്പോൾ വലുതിന് ചെറുത് കുറച്ചു 60 എന്ന് കിട്ടി, വലുതിൻ്റെ ചിഹ്നം മൈനസ് ആണ്, അപ്പോൾ അതവിടെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? -5x = -60 എന്ന് കിട്ടി. അപ്പോൾ -x = ഈ 5നെ അങ്ങോട്ട് കൊണ്ടുപോവാം. -60 അല്ലെങ്കിൽ ഈ മൈനസ് അടക്കം കൊണ്ടുപോവാം. x = -60 / -5 എന്ന് കൊടുക്കാം. ഓക്കെ, -5നെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ x = നിങ്ങൾക്ക് മൈനസ് അടിയിൽ മുകളിൽ വരുമ്പോൾ ക്യാൻസൽ ആയി പോകും. ഇനി 60/5 എത്രയാണ് കിട്ടുന്നത്? 12 എന്ന് കിട്ടും അല്ലേ. അപ്പോൾ x = നിങ്ങൾക്ക് 12 എന്ന് കിട്ടി. x ആരാണ് നമ്മുടെ? x എന്ന് പറയുന്നത് പ്രൈസ് ഓഫ് എ പെൻ ആണ്. അപ്പോൾ നമുക്ക് പ്രൈസ് ഓഫ് എ പെൻ എന്ത് കിട്ടി? 12 rupees എന്ന് കിട്ടി. അടുത്ത് നമുക്ക് എന്ത് കാണണം? y, പ്രൈസ് ഓഫ് പെൻസിൽ കാണണം അല്ലേ. അപ്പോൾ yയുടെ വാല്യൂ കിട്ടാനായിട്ട് നമ്മൾ ഈ ഇക്വേഷനിൽ ഈ എക്സിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാൻ നമുക്ക് എന്താണ് നമ്മുടെ 4x + 3y = 66. ഇതിൽ നമ്മൾ എക്സിന് പകരം 12 എന്ന് കൊടുക്കാം. നമ്മൾ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പറഞ്ഞു പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത് തന്നെയാണ്. നിങ്ങൾ എക്സിന് പകരം ഇവിടെ എന്ത് കൊടുക്കുക? 12 എന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ എക്സ് മാറ്റി അവിടെ 12 എന്ന് കൊടുത്തു. +3y അങ്ങനെ തന്നെ ഇട്ടു, 66 അല്ലേ. ഇനി ഇത് ഇൻറ്റു ചെയ്യുമ്പോൾ എത്രയാണ്? 48 + 3y = 66.
ഈ 48 3y ഇവിടെ നിർത്തുക, 48 അങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ അതെന്താവും 66 ഇവിടെ പ്ലസ് 48 അവിടെ പോകുമ്പോൾ മൈനസ് 48 ആവും. അപ്പോൾ 3y ഇസ് ഈക്വൽ ടു 66 മൈനസ് 48 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 66 എന്ന് നമ്മൾ 48 മൈനസ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 18 കിട്ടും അല്ലേ? 18 എന്ന് കിട്ടും. അപ്പോൾ 18 എന്ന് കിട്ടും. y ഇസ് ഈക്വൽ ടു 18/3. 18/3 എത്രയാണ്? 6 ആണ് അല്ലേ? 6 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് y, അതായത് പ്രൈസ് ഓഫ് എ പെൻസിൽ എന്ത് കിട്ടി? പ്രൈസ് ഓഫ് എ പെൻസിൽ ഇസ് ഈക്വൽ ടു 6 rupees എന്ന് കിട്ടി. പ്രൈസ് ഓഫ് എ പെൻ നമുക്ക് ഓൾറെഡി നേരത്തെ കിട്ടി, അത് 12 rupees ആണ്. ഇപ്പോൾ പ്രൈസ് ഓഫ് പെൻസിൽ 6 rupees എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇക്വേഷൻ ഈ പ്രോബ്ലം സോൾവ് ചെയ്തു. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രോബ്ലം ആണ്. ഇവിടെ ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. അതായത് ഈ ടേം ക്യാൻസൽ ചെയ്യാൻ ഇവിടെ -2 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് എന്നൊരു കാര്യം ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഈ പ്രോബ്ലം ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. എല്ലാവരും ഈ പ്രോബ്ലം ചെയ്ത് നോക്കുക. ഓക്കെ, ടെക്സ്റ്റിൽ ഇത് കൊടുത്തിട്ടുണ്ട് ആൻസർ. അപ്പോൾ ഇത് അത് അങ്ങനെ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിൻ്റെ ഒരു മെത്തേഡാണ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിത് നന്നായി ചെയ്ത് പഠിക്കാം. ഓക്കെ, ഈ പ്രോബ്ലം നമുക്ക് ചെയ്ത് നോക്കാം. The price of 4 pen and 3 pencils is 66 rupees. 4 പേനയുടെയും 3 പെൻസിലിൻ്റെയും വില 66 രൂപ എന്ന് തന്നിട്ടുണ്ട്. The price of 7 pens and 3 pencils. 7 പേന 3 പെൻസിൽ, അതിൻ്റെ വിലയാണ് 111 rupees. What is the price of a pen and the price of the pencil? ഒരു പെൻസിലിൻ്റെ ഒരു പേനയുടെയും വില കാണും. അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് ഇതിലും നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇക്വേഷൻ എഴുതാം അല്ലേ? ആദ്യം നമുക്ക് എക്സിനെ എന്താ എടുക്കാം? പേനയുടെ വില എന്ന് എടുക്കാം, വൈനെ പെൻസിലിൻ്റെ വില എന്ന് കൊടുക്കാം. എന്നിട്ട് ഇക്വേഷൻ ഉണ്ടാക്കാം. 2 ഇക്വേഷൻ കിട്ടും. അത് നമ്മൾ ആഡ് ചെയ്ത് അതിൽ നിന്ന് എക്സിൻ്റെയും വൈയുടെയും വാല്യൂ കിട്ടും. അങ്ങനെ നേരത്തെ ചെയ്ത അതേ സ്റ്റെപ്പുകൾ തന്നെയാണ് ചെയ്യാനുള്ളത്. അത് നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ലെറ്റ് x be the price of pen, y be the price of a pencil. Okay, x പേനയുടെ വിലയും y പെൻസിലിൻ്റെ വിലയായിട്ട് എടുത്തു. ഇനി ആദ്യത്തെ എന്താണ് പറയുന്നത്? 4 pen and 3 pencil അല്ലേ? 4 pen എന്ന് പറഞ്ഞാൽ 4x അല്ലേ? 3 പെൻസിൽ എന്ന് പറഞ്ഞാൽ 3y ഇസ് ഈക്വൽ ടു 66 rupees. ഇക്വേഷൻ 1 ഇത് കിട്ടി. അടുത്തത് 7 പെൻ, അപ്പോൾ 7x പ്ലസ് 3 പെൻസിൽ, അപ്പോൾ 3y ഇസ് ഈക്വൽ ടു 111. അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷൻ കിട്ടി. അപ്പോൾ ഇവിടെ നമുക്ക് ഇതിനെ ആഡ് ചെയ്യാം അല്ലേ? അതല്ലേ നമ്മൾ ചെയ്യാറ് 2 ഇക്വേഷൻ കിട്ടി കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കുക. കണ്ടോ, 2 3y വന്നിട്ടുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് വേറെ സംഖ്യ കൊണ്ടൊന്നും ഇൻഡ്യൂ ചെയ്യേണ്ട. നേരത്തെ ചെയ്ത പോലെ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ നമ്മൾ -2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തിരുന്നു. അങ്ങനെ ഇവിടെ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഇവിടെ ഓൾറെഡി 3y എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 2 പ്ലസ് ആയതുകൊണ്ട് ഒരെണ്ണത്തിന് മൈനസ് ആക്കാൻ മൈനസ് കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് ടേമിനെ മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ -4x, മൈനസ് ഇൻറ്റു 4x -4x, മൈനസ് ഇൻറ്റു പ്ലസ് 3y -3y, മൈനസ് ഇൻറ്റു 66 -66 അല്ലേ? രണ്ടാമത്തെ ഇക്വേഷൻ നമ്മൾ മാറ്റമൊന്നും ചെയ്യുന്നില്ല, അതുപോലെ തന്നെ എഴുതാം. ഇത് 1, ഇത് 2 അല്ലേ? ഇനി ഇക്വേഷൻ നമുക്ക് എന്ത് ചെയ്യാം? ഈ 2 ഇക്വേഷൻ നമ്മൾ ആഡ് ചെയ്യാം. നേരത്തെ ചെയ്ത പോലെ തന്നെ ആഡ് ചെയ്യാം. ഇനി ഇത് ആഡ് ചെയ്യുമ്പോൾ ഒരു പ്ലസ് ഒരു മൈനസ്, അപ്പോൾ വലുതിന് ചെറുത് കുറച്ച് വലുതിൻ്റെ ചിഹ്നം. 7x നിന്ന് 4x കുറയ്ക്കാം. അപ്പോൾ നമുക്ക് 3x കിട്ടും. വലുതാരാണ്? 7x. അതിൻ്റെ ചിഹ്നം എന്താ? പ്ലസ്. അപ്പോൾ ഇതിനും പ്ലസ്. ഓക്കെ, ഇത് രണ്ടും ഡിഫറൻറ്റ് സൈനാണ്, സെയിം നമ്പറാണ്. 3yയും ഒന്ന് -3y ഒന്ന് +3y. അപ്പോൾ അത് നമ്മൾ അത് ക്യാൻസൽ ആയി പോകും 0 ആഡ് ചെയ്യുമ്പോൾ. ഇനി ഇതോ ഒന്ന് വലുത് ഒന്ന് ചെറുത് അല്ലേ? ഈ വലുതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ചെറുതിനെ മൈനസ് ചെയ്യണം. അതായത് 111 - 66 ചെയ്യണം. അപ്പോൾ 66നെ മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 5 ഇവിടെ കിട്ടും, 4 ഇവിടെ കിട്ടും അല്ലേ? 45 എന്ന് കിട്ടും. 45 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 45 എന്ന് എഴുതാം. ആ 45ൻ്റെ ചിഹ്നം എന്താണ്? ഇതിൽ വലുതിൻ്റെ ചിഹ്നം ഏതാ? പ്ലസ് ആണ്, കാരണം 111ൻ്റെ ചിഹ്നം പ്ലസ് ആണ്. അപ്പോൾ നമ്മളിവിടെ പ്ലസ് ഉണ്ട്. അപ്പോൾ നമുക്ക് 3x = 45 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് x = എന്ത് കിട്ടണം? 45/3 ചെയ്യണം അല്ലേ? 45/3
3 എന്ന് ചെയ്യണം. അപ്പോൾ 45/3 എത്ര കിട്ടും നമുക്ക്? 45/3 ചെയ്ത് നോക്കാൻ തന്നെ അറിയാം അല്ലേ? 1 ഇവിടെ കിട്ടും. അപ്പോൾ 3 15 ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് 3 5s are 15. അപ്പോൾ നമുക്ക് 15 എന്ന് കിട്ടും. ഇതിൻ്റെ ആൻസർ 15 rupees. അപ്പോൾ 15 rupees ആണ് എന്ത്? എക്സിൻ്റെ വാല്യൂ. എക്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രൈസ് ഓഫ് എ പെൻ. അപ്പോൾ ഒരു പേനയുടെ വില 15 രൂപ എന്ന് കിട്ടി. ഇനി നമുക്ക് എന്ത് ചെയ്യണം? വൈയുടെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്ത് ചെയ്താൽ മതി? 4x + 3y = 66 എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇത് ഏതെങ്കിലും ഒരു ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതി. ഫസ്റ്റ് തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഇതിൽ നമ്മൾ എക്സിന് പകരം 15 കൊടുക്കാം. അപ്പോൾ ഇവിടെ എക്സിന് പകരം 15 കൊടുക്കണം. അപ്പോൾ 4 × എക്സിന് പകരം 15 കൊടുത്തു പ്ലസ് 3y അതുപോലെ തന്നെ എഴുതി = 66 എന്ന് എഴുതി. ഓക്കെ, ഇനി ഇത് നമ്മൾ ഇൻറ്റു ചെയ്യാം. അപ്പോൾ നമുക്ക് 60 എന്ന് കിട്ടും അല്ലേ? 15 × 4 60 എന്ന് കിട്ടി. 60 പ്ലസ് 3y = 66. അടുത്ത ഈ 3y ഇവിടെ നിർത്തുക, ഈ 16 അങ്ങോട്ട് കൊണ്ടുപോവാം. അപ്പോൾ അത് 66 - 60 എന്നാവും അല്ലേ? അപ്പോൾ 3y എന്ത് കിട്ടും? 66 60 പോയ 6. അപ്പോൾ 3y ആണ് 6. അപ്പോൾ y ഇവിടെ നിർത്തുക, ഈ 3 ഇൻറ്റു ആയിട്ടല്ലേ ഇവിടെ. അപ്പോൾ ഇവിടെ പോകുമ്പോൾ ഡിവിഷൻ ആവും. അപ്പോൾ y = 6/3 എത്രയാണ്? 2 അല്ലേ? 2 എന്ന് y കിട്ടി. അപ്പോൾ y എന്താണ്? പ്രൈസ് ഓഫ് എ പെൻസിൽ. അപ്പോൾ പ്രൈസ് ഓഫ് എ പെൻസിൽ എന്ത് കിട്ടി? പെൻസിൽ = 2 rupees എന്ന് കിട്ടി. പ്രൈസ് ഓഫ് എ പെൻ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്. പ്രൈസ് ഓഫ് എ പെൻ = എത്രയാണ്? 15 rupees. 15 rupees എന്ന് കിട്ടി. അപ്പോൾ ഇതാണ് പെൻസിലിൻ്റെയും പേനയുടെയും വില. അപ്പോൾ ഇത് സിമ്പിൾ പ്രോബ്ലം ആണ്. നേരത്തെ ചെയ്ത പ്രോബ്ലത്തിൻ്റെ അതേ സ്റ്റെപ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ എല്ലാവരും ഈ പ്രോബ്ലം നന്നായിട്ട് ചെയ്ത് നോക്കാം. ഓക്കെ. Thank you for watching.